ഇപ്പൊ ഗ്യാസ് ഇല്ലെങ്കിൽ ആകെ എല്ലാവരും പെട്ടുപോകും. ഇപ്പൊ നിലവിൽ എന്ത് ചെയ്യണമെന്ന് തന്നെ നമ്മളും ആലോചിക്കുക. പെട്ട് കിടക്കുവാണ്. എത്രയോ കടകൾ പൂട്ടി. ഷോർട്ടേജ് അത് ഇവര് വരുത്തുന്ന ഷോർട്ടേജ് ആയിരിക്കാം. ഷോർട്ടേജ് ആണെന്ന് പറഞ്ഞ് പിടിച്ചു വച്ചേക്കുന്നത്. അപ്പൊ ഏജൻസിക്ക് കാശ് കൂടുതൽ കിട്ടും. ഗ്യാസ് കിട്ടണണ്ടാ. ഇപ്പൊ രാവിലെ കടയിൽ നിന്നും വല്ലതും മേടിച്ച് കഴിക്കാൻ അതുമില്ല. കടകളും ഒക്കെ അടച്ച്. പിന്നെ ഞങ്ങ എന്ത് ചെയ്യാനാ? അറിയില്ലേ കത്തിക്കുന്നവരാ. ഗ്യാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമല്ല. ഇല്ല, ഞാൻ വീട്ടിൽ സോളാറാണ് ഉപയോഗിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഗ്യാസ് വർഷത്തിൽ ഒരിക്കലേ ഉള്ളൂ. അപ്പോൾ ഗ്യാസ് ഇല്ലെങ്കിൽ ഇപ്പം നമ്മളെങ്ങനെ മുന്നോട്ട് പോകും? നമുക്ക് ഇതിൻ്റെ റെൻറ്റ് കൊടുക്കണം, ഒരുപാട് പ്രശ്നങ്ങൾ, പിള്ളേർക്ക് സാലറി കൊടുക്കണം. ഓർഡർ കുറയുന്നുണ്ട്. ഇത് വേറെ എന്തെങ്കിലും ചെയ്യണം. തീർച്ചയായിട്ടും ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും നമ്മുടെ സംസ്ഥാനത്ത്. ഇപ്പോൾ പൊതുവെ ഹോട്ടലിലൊക്കെ ചിലതൊക്കെ ക്ലോസ് ആയി തുടങ്ങിയിട്ടുണ്ട്. അത് മാത്രമേ ഇപ്പം നിലവിലുള്ളൂ. എന്ത് ചെയ്യാനാ? ഇപ്പോൾ ഞങ്ങളെ സാധാരണക്കാർ വിറകടുപ്പ് ഉപയോഗിക്കേണ്ടവരും. പിന്നെ ഒന്നും ചെയ്യാനില്ല. അങ്ങനെ കൂട്ടാവുന്ന വക്കിലിരിക്കും. അപ്പോൾ നമ്മൾ പണിക്കാരൊക്കെ പറഞ്ഞുകൂടിയാണ്. ഗ്യാസൊക്കെ വരുമ്പോൾ അവരൊക്കെ വരുത്തും. ഗ്യാസ് ഉണ്ടെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടാണ്, ഇല്ലെങ്കിലും ബുദ്ധിമുട്ടാണ്. നമ്മളെപ്പോഴും പുറത്തുനിന്നാണ് കഴിക്കണം. എന്ത് ചെയ്യാനാണ്? പട്ടിണി കിടക്കാൻ പറ്റില്ലല്ലോ. കുറെ ഹോട്ടൽസ് അടച്ചെന്ന് പറയുന്നുണ്ട്. അപ്പൊ കൂടുതലും ഹോസ്റ്റൽ ഫുഡ് ആയതുകൊണ്ട് അങ്ങനെ ഇതില്ല. റൂമുകളിലും അതേപോലെ വാടക വീടുകളിലും അതേപോലെ ഈ ഒറ്റപ്പെട്ട് താമസിക്കുന്ന ഒരുപാട് ആളുകൾ ഹോട്ടലിനെ ആശ്രയിച്ച് ഭക്ഷണം കഴിക്കുന്നവരാണ്. ആരായിട്ട് കാണാനാണ് നമ്മാരോട് പറയും. അപ്പോൾ അത് പരിഹാരം കാണാനുള്ളത് അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ ചെയ്യുമെന്ന് വിശ്വസിക്കണം. അല്ലാണ്ട് ഇപ്പം നമുക്ക് വേറെ അതിനെ പറ്റി ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അടുത്ത വേറെ എന്ത് ചെയ്യാനാണ്? നമുക്കിപ്പോൾ ബുക്ക് ചെയ്ത് കാത്തിരിക്കാനല്ലേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവായിട്ട് വേറെ എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്നുള്ളത് തിരക്കുന്നുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യുമെന്ന് ആലോചിക്കുന്നത്. സർക്കാരിൻ്റെ പരാജയമാണ്, നമ്മുടെ കഷ്ടകാലമാണെന്ന് അറിയാൻ പാടില്ല. യുദ്ധം നടക്കുന്നത് മറ്റെവിടെയെങ്കിലും ആകാം, പക്ഷേ അതിന്റെ ചൂടനുഭവിക്കുന്നത് ഇപ്പോൾ അങ്ങ് കേരളത്തിലെ അടുക്കളകളിൽ കൂടിയാണ്. അതെ, സാധാരണക്കാരെ ബാധിക്കില്ല എന്ന് സർക്കാർ പറയുമ്പോഴും ഗ്യാസ് ബുക്കിംഗ് ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണ്. പലർക്കും ഗ്യാസ് കിട്ടാനില്ല. സിലിണ്ടർ കിട്ടാതെ ഹോട്ടലുകൾ അടച്ചുപൂട്ടേണ്ട അവസ്ഥ നാം കാണുന്നു. ഈ വിഷയത്തിൽ ജനങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. അടച്ചു പൂട്ടി കഴിഞ്ഞാലേ ജനങ്ങൾക്ക് ബുദ്ധിമുട്ട്. കച്ചവടക്കാരെന്ന് പറയുമ്പോൾ അവർ ഒരുപാട് പേരെ ശമ്പളത്തിന് നിർത്തിയേക്കുക. അവർക്കൊക്കെ എവിടെ നിന്നെടുത്ത് കൊടുക്കും കാശ്? എല്ലാവർക്കും ജീവിക്കണ്ടേ? എല്ലാം കൊണ്ടും നമ്മൾ ആകെപ്പാട് ബുദ്ധിമുട്ടില്ല. ഞാനൊരു കാറ്ററിങ് ഹോട്ടലും അല്ല ഒരു ഹോസ്റ്റലും ഒക്കെ നടത്തുന്ന ആളാണ്. ഇപ്പം ഞാനും ആകെപ്പാട് പെട്ട് കിടക്കുക. പിള്ളേർക്ക് ഫുഡ് കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യും? ബുദ്ധിമുട്ടല്ലേ? അങ്ങനെയൊക്കെ ഒരുപാട് വിഷമങ്ങളുണ്ട്. നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ തരണം ചെയ്ത് പോവുക. ഗ്യാസ് ബുക്ക് ചെയ്യാൻ നോക്കിയിട്ട് ഷോർട്ടേജാണ് കാണിക്കുന്നത്. വിറവെടുപ്പിനുള്ള സൗകര്യം നമുക്കില്ല. ശരിക്കും പറഞ്ഞാൽ അതിനുള്ള സൗകര്യം ഇല്ല. പിന്നെ നമ്മൾ വെയിലത്തൊക്കെ നിന്ന് വേണം അല്ലെങ്കിൽ ഇത് ചെയ്യാൻ. അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോഴത്തെ ചൂടും കാര്യമൊക്കെ അറിയാമല്ലോ. അപ്പോൾ അതൊക്കെ നമുക്ക് വളരെയേറെ ബുദ്ധിമുട്ടാണ്. ഈ കടകൾ നടത്തുന്നവർക്കായാലും ഇപ്പം ഞങ്ങളെപ്പോലുള്ള ഒരു ജോലിക്കാരെ വെക്കുന്നവർക്കൊക്കെ നമ്മൾ പൈസ കൊടുക്കണം. ഇപ്പം നിലവിൽ എന്ത് ചെയ്യണമെന്ന് തന്നെ നമ്മളും ആലോചിക്കുക. ഇപ്പം ഗ്യാസ് ഇല്ലെങ്കിൽ ആകെ എല്ലാവരും പെട്ടുപോകും. പെട്ട് കിടക്കുവാണ്. എത്രയോ കടകൾ പൂട്ടി. ചെമ്പൂക്കിൽ ഞാനിപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അവിടെ ഒരു നല്ല ഹോട്ടലായിരുന്നു. അവിടെ ചായ കുടിക്കാൻ ചെന്നപ്പോൾ അവിടെ പൂട്ടി. ഗ്യാസില്ല. സിലിണ്ടറെല്ലാം എടുത്ത് വെളിയിൽ വെച്ചിരിക്കുക. അവർ പറയുന്നത് ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കണം അല്ലേ? അവരും അവരുടെ കുടുംബം പുലർത്താനല്ലേ വന്ന് നിൽക്കുന്നത്. അപ്പോൾ അവർക്കും കൊടുക്കാൻ പൈസ ഇല്ല. ഹോട്ടലുകാരന് കച്ചവടം ഇല്ലെങ്കിൽ പിന്നെ അതിന് വാടക കൊടുക്കണം കെട്ടിടത്തിനൊക്കെ. ഇതൊക്കെ വളരെ ഡേഞ്ചറായ ഒരു കാര്യമാണ്. നമ്മളതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ ജീവിതം പോയി. നമ്മുടെ രാജ്യത്തിന് തന്നെ ദോഷകരമായി ബാധിക്കുന്ന വിഷയമാണത് യുദ്ധം എന്ന് പറയണത്. അപ്പോൾ എല്ലാ ജനങ്ങൾക്കും അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. എത്രയും പെട്ടെന്ന് നമ്മുടെ ലോകരാജ്യങ്ങൾ നല്ല ആത്മസമീപനത്തോട് ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. യുദ്ധം എന്ന് പറയുന്നത് എപ്പോഴും അനാവശ്യമായൊരു സംഗതി തന്നെയാണ്. അതിനോടൊന്നും ഹോട്ടലൊക്കെ അടച്ചുപൂട്ടി തുടങ്ങി. അത് ഇന്ധനത്തിൻ്റെ തീർച്ചയായിട്ടും ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും നമ്മുടെ സംസ്ഥാനത്ത്. നമ്മുടെ സംസ്ഥാനം എന്ന് വെച്ചാൽ എല്ലാ മറ്റുള്ള ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും ഓരോരുത്തരും. അപ്പം അതിൻ്റെതായ ബുദ്ധിമുട്ട് നമ്മുടെ സംസ്ഥാനത്തെ ബാധിച്ചിരിക്കും. വീട്ടിൽ ഗ്യാസ് ബുക്ക് ചെയ്യാൻ നോക്കിയിട്ട് കിട്ടുന്നില്ല. ഗ്യാസ് നോക്കിയാൽ കിട്ടുന്നില്ല. ബുക്ക് ചെയ്യുമ്പോൾ എല്ലാം ഡിസ്കണക്ട് ചെയ്തേക്കണ നമ്പറുകളെല്ലാം. അത് ഉപയോഗിക്കേണ്ട കാലഘട്ടത്തിലേക്കാണ് വരുന്നത്. നീണ്ടുപോവുകയാണെങ്കിൽ അത് ഉപയോഗിക്കേണ്ട കാലഘട്ടത്തിലേക്കാണ് വരുന്നത്. പഴയ കാലഘട്ടത്തിലേക്കാണ് മുന്നോട്ട് ചെയ്യുന്നത്. പേപ്പറിലൊക്കെ ഉണ്ടായിരുന്നു ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. ഉണ്ട്. ഇല്ല, ഞാൻ വീട്ടിൽ സോളാറാണ് ഉപയോഗിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഗ്യാസ് വർഷത്തിൽ ഒരിക്കലേ ഉള്ളൂ. സിലിണ്ടറിൻ്റെ ആവശ്യം തന്നെ ഉള്ളൂ. അതെ, ഏത് പാത്രം വെക്കാവുന്ന ഇൻഡക്ഷൻ ഉണ്ട്. അതാകുമ്പോൾ കുക്കിങ്ങും എളുപ്പമാണ്,
ഗ്യാസ് ലാഭിക്കാം. ഭാരത് പെട്രോൾ ഇതിൽ വർക്ക് ചെയ്തിരുന്ന റിട്ടയർഡ് ആയതുകൊണ്ടാണ് ഈ ചോദിക്കുന്നത്. ഇപ്പോൾ പൊതുവെ ഹോട്ടലിലൊക്കെ ചിലതൊക്കെ ക്ലോസ് ആയി തുടങ്ങിയിട്ടുണ്ട്. അത് മാത്രമേ ഇപ്പോൾ നിലവിലുള്ളൂ. പിന്നെ ഇനിയിപ്പോൾ മെറ്റീരിയലിൽ നമുക്കിപ്പോൾ ബിൽഡിംഗ് പർച്ചേസിങ് മെറ്റീരിയലൊക്കെയാണ്. അപ്പോൾ കടകളിലും ഈ വണ്ടികളൊക്കെ വിളിച്ചാൽ വരാൻ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, വേറെ ഒന്നുമില്ല. പിന്നെ ഓരോ നമ്മുടെ ക്ലയൻറ്റൊക്കെ ഓൾറെഡി പുറത്ത് ദുബായിലേക്കാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ അവിടെ നിന്ന് ഫണ്ട് അവർ ഇറക്കാനും കുറച്ച് ബുദ്ധിമുട്ട്. നമുക്കങ്ങനെ ബിസിനസ്സിൽ, അതായത് ഞങ്ങളുടെ വർക്കിലാണ് കുറച്ച് പ്രശ്നങ്ങളുള്ളത്. വേറെ കാര്യമായിട്ട് ഇപ്പോൾ ഒന്നും ബാധിച്ചിട്ടില്ല. ഗ്യാസ് ഇപ്പോൾ നമുക്കില്ല. അപ്പോൾ നമ്മുടെ ഒരു ലേബറിന് ഇപ്പോൾ ഇന്ന് രാവിലെ ഒന്ന് ഗ്യാസ് വന്നിട്ട് കിട്ടാനായിട്ട് അവരെ വിളിച്ചിട്ട് പോലും കോള് പോകണില്ല. അങ്ങനത്തെ ഒരു മിസ് കോൾ സെറ്റപ്പാണല്ലോ. അപ്പോൾ അത് വരുന്നില്ല എന്ന് പറയുന്നത് കേട്ടായിരുന്നു. കറക്റ്റായിട്ട് നമുക്ക് അതിനെ പറ്റി നമുക്ക് ഇതുവരെ ബുക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ചോദിച്ചാൽ അറിയാൻ പറ്റുള്ളൂ. ഞങ്ങൾ വിറയില്ലേ കത്തിക്കുന്നവരാ. ഗ്യാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമല്ല. ഗ്യാസ് വേണ്ട, വിറക്. ഞങ്ങൾക്കൊക്കെ വിറവുള്ള രാജ്യക്കാരാ. കൊച്ചിയിലല്ലേ, ഞാൻ കോട്ടയംകാരനാ. അത് വിഷയമൊന്നുമില്ല. കൊച്ചി നിൽക്കുമ്പോൾ ഇവിടെ ഞാൻ ചെയ്യുമ്പോൾ വീട്ടിലോട്ട് പോകും. ഓർഡർ കുറയുന്നുണ്ട്. കുറച്ച് ഹോട്ടലുകളൊക്കെ തൃപ്പൂണിത്തുറയിലൊക്കെ ഹോട്ടലൊക്കെ അടക്കുന്നുണ്ടെന്ന് പറയുന്നു. ഇവിടെ പറയുന്നുണ്ട് എല്ലാവരും. ഇപ്പം നിലവിലുള്ള ഗ്യാസിൽ നിൽക്കണേണ്, അത് തീർന്നു കഴിഞ്ഞാൽ അടക്കുമെന്നാണ് പറയണത്. 2 ആഴ്ച 3 ആഴ്ചയൊക്കെയാണ് താമസം. ഇപ്പോൾ ബുക്കിംഗ് പോലും എടുക്കുന്നില്ല. ഹോട്ടലിൽ ഇവിടെയൊന്നും ഗ്യാസില്ലാത്ത അവസ്ഥയായി. എന്ത് ചെയ്യാനാ? ഇപ്പോൾ ഞങ്ങളെ സാധാരണക്കാർ വിറകടുപ്പ് ഉപയോഗിക്കേണ്ടവരും. അല്ലാണ്ടെന്താ, സർക്കാരിന് കേന്ദ്ര ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യമല്ലത്. വേഗം ശരിയാക്കാന്നാണ് മന്ത്രി പറഞ്ഞേക്കണം. ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റുന്നില്ല. ഗ്യാസ് വേണമല്ലോ, കാരണം ഞങ്ങളിപ്പം കറണ്ടിൻ്റെ അടുപ്പ് വെച്ചാണ് ചായ കൊടുക്കുന്നുള്ളത്. വിറകിട്ട് ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട് അത്യാവശ്യമായിട്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേറെ സാധനങ്ങളില്ല. കൽക്കരി ഉള്ളത് കൊണ്ടാണ് ഞങ്ങളിപ്പോൾ 2 അൽഫാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗ്യാസ് ഇല്ലെങ്കിൽ ഇപ്പം നമ്മളെങ്ങനെ മുന്നോട്ട് പോകും? നമുക്കിതിൻ്റെ റെൻറ്റ് കൊടുക്കണം, ഒരുപാട് പ്രശ്നങ്ങൾ, പിള്ളേർക്ക് സാലറി കൊടുക്കണം. 10-25 ജോലിക്കാരുണ്ട് ഇവിടെ. അതാണ് ഇപ്പോഴത്തെ വിഷയം. ഇതിനെന്തെങ്കിലും പരിഹാരം ഒന്നുകിൽ ഗവൺമെൻറ് കാണണം, അല്ലെങ്കിൽ നിങ്ങൾ കാണണം. ഗ്യാസ് 2 ദിവസം മുമ്പേ കഴിഞ്ഞ്. 2 ദിവസം മുമ്പേ ഗ്യാസ് കഴിഞ്ഞു. ഇനി ഗ്യാസ് സ്റ്റോക്കില്ല ഇവിടെ. ബുക്ക് ചെയ്യാന്ന് വെച്ചാൽ അവർ കമ്പനിയിൽ വിളിക്കുമ്പോൾ പറഞ്ഞാൽ ഇവിടെ സ്റ്റോക്കില്ല, സാധനം പ്ലാന്റിൽ നിന്ന് വന്നിട്ടില്ല. പ്ലാന്റിൽ നിന്ന് സാധനം വന്നാലല്ലേ ഇവിടെ അവർക്ക് നമുക്ക് തരാൻ പറ്റും. ഏജൻസികൾ അവരുടെ ഗ്യാസ് സ്റ്റോക്കില്ലെന്നാണ് പറയുന്നത്. ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വിട്ടുവീഴ്ച ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ എങ്ങനെയാണ് ജനങ്ങൾ മുമ്പോട്ട് പോകണത്? ഞങ്ങൾക്ക് മുന്നോട്ട് പോകണമല്ലോ, കാരണം ജോലി ചെയ്താലല്ലേ ജീവിക്കാൻ പറ്റും. ജോലിക്കാർക്ക് ഇപ്പോൾ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? അപ്പോൾ അതിനുള്ളൊരു പരിഹാരം ഗവൺമെൻറ്റിൽ നിന്ന് എത്രയും പെട്ടെന്ന്. വിറകടുപ്പ് തന്നെ യൂസ് ചെയ്യേണ്ടി വരും ഇങ്ങനെ പോയാൽ. അല്ലാണ്ട് ഞങ്ങൾക്കിപ്പം ഇവിടെ ജോലിക്കാരുണ്ട് ഒരുപാട് ആൾക്കാർ, അവർക്ക് സാലറി കൊടുക്കണ്ടേ. മെനുവിൽ മാറ്റം വരുത്തിയെങ്കിൽ ഇപ്പം ഞങ്ങൾ വിറകിട്ട് ബിരിയാണി ഉണ്ടാക്കിയത് കൊണ്ട് കാശ് കൂട്ടേണ്ടി വരും നമ്മൾക്ക്. കാരണം അതിനും എക്സ്പെൻസ് ഉണ്ട്, വേറെ സ്ഥലത്ത് ഉണ്ടാക്കണം, കൊണ്ടുവരണം. ഇവിടെ സിറ്റിയിലാകുമ്പോൾ വിറക് കത്തിക്കാൻ പറ്റില്ലല്ലോ, അതും ഒരു സീനുണ്ട്. അപ്പോൾ ഇതിന് ഒരു പരിഹാരം ഗവൺമെൻറ് കണ്ടേ തീരും. മിച്ചറുകളില്ല, ചിപ്സ് ഇല്ല, ഒരു സാധനമില്ല. ഇന്നത്തെ കൂടി ഉണ്ടായി, അത് കഴിഞ്ഞാൽ പരിപാടി തീർന്നു. പിന്നെ ഒന്നും ചെയ്യാനില്ല. അങ്ങനെ പൂട്ടാവുന്ന വക്കിലിരിക്കും. എന്ത് ചെയ്യാനായിട്ട് പൂട്ടിയിടും, വേറെ എന്ത് ചെയ്യാൻ? സാധനങ്ങളൊന്നും ഇല്ലാണ്ട് തുറന്നു വെച്ചിട്ട് എന്താ കാര്യം? പണിക്കാരൊക്കെ വീട്ടിലേക്ക് പോവും, അവർക്ക് ഊണ് കഴിക്കാൻ സ്ഥലമില്ല, ഹോട്ടലൊക്കെ അടയ്ക്കുകയാണ്. അപ്പോൾ പണിക്കാരൊക്കെ പറഞ്ഞു വിടുകയാണ്. പിന്നെ അവർ സാധനങ്ങളൊക്കെ വരുമ്പോൾ, ഗ്യാസൊക്കെ വരുമ്പോൾ അവരൊക്കെ വരുത്തും. ഇന്നത്തെ കൂടി ഉണ്ട് ഗ്യാസ്, അതുകൊണ്ട് തന്നെ അതിനെ കുറച്ച് സാധനമുണ്ട്, അത് തീർന്ന് അപ്പോൾ പൂട്ടിയല്ല. സർക്കാർ ഇറക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇറക്കണ്ടെന്നറിയില്ല. നമുക്ക് കിട്ടിയിട്ടില്ല, അത്രയേ ഉള്ളൂ. ഞങ്ങൾക്ക് ഇതിൻ്റെ തന്നെ ഈ വില കൂടിയ സിലിണ്ടറാണ്, വീടുകളിലെ അല്ല, സിലിണ്ടർ കിട്ടിയത്, അത് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഗ്യാസ് ഉണ്ടെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടാണ്, ഇല്ലെങ്കിലും ബുദ്ധിമുട്ടാണ്. നമ്മളെപ്പോഴും പുറത്തുനിന്നാണ് കഴിക്കണം. 10 വർഷമായിട്ട് നമുക്ക് എന്ത് ചെയ്യാനാണ്? ഡയറ്റാന്ന് ഓർത്തങ്ങ് വിട്ട് കളയാം, അതിക്കുള്ളൊന്നും ചെയ്യാനില്ല. പിന്നെ എന്നാ ഫുഡിന് വില കൂടും, മനസ്സിലായോ? അത്രേ ഉള്ളൂ. എന്ത് ചെയ്യാനാണ്? പട്ടിണി കിടക്കാൻ പറ്റില്ലല്ലോ. ഹോട്ടലിൽ എന്താണ് പൊറോട്ട, ഉച്ചയാകുമ്പോൾ വൈകിട്ടാകുമ്പോൾ മന്തി, അല്ലാതൊന്നുമില്ല. ചോറിൻ്റെ കൂടെ ഇപ്പോൾ കറികളൊക്കെ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ പൈസയ്ക്കാണ് ഒരു കുറവില്ല, കൂടുതലാണ്. അങ്ങനെ പോണ്. എല്ലാത്തിനും വില കൂടുതലല്ലേ. ചായക്ക് 15 എന്ത് ചെയ്യാനാണ്? ജനിച്ചു പോയില്ലേ, ജീവിച്ചല്ലേ പറ്റുള്ളൂ. അങ്ങനെ വിട്ട് കളയണതാണ്. അല്ലാതെ നമുക്കിതിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഭരണം മാറട്ടെ എന്ന് വിശ്വസിച്ച് നമ്മളും പോണേണ്. ഇല്ല, ഇപ്പോൾ കറൻ്റ്ലി ബുദ്ധിമുട്ടില്ല, ഇങ്ങനെ പറയുന്നുണ്ട്. അതല്ലാതെ കറൻ്റ്ലി വലിയ ബുദ്ധിമുട്ട് അങ്ങനെ വന്നിട്ടില്ല. അറിഞ്ഞൂടാ ഫ്യൂച്ചറിൽ ഇനി എങ്ങനെയായിരിക്കും എന്നുള്ളത്. വീട്ടിൽ പോകുകയാണെന്നുണ്ടെങ്കിലും ബുദ്ധിമുട്ട്, കാരണം ഇവിടെ നമുക്ക് വർക്ക് ഇവിടെയാണ്. അപ്പോൾ വീട്ടിലോട്ട് പോകുകയാണെങ്കിലും ബുദ്ധിമുട്ടാണ്. നമുക്ക് ലീവ് എടുത്ത് പോകേണ്ട ഒരു ആവശ്യം വരും, അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവും. ഇവിടെ കുറേ ഹോട്ടൽസ് അടച്ചെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കൂടുതലും ഹോസ്റ്റൽ ഫുഡ് ആയതുകൊണ്ട് അങ്ങനെ ഇതില്ല. ഇനി ഫ്യൂച്ചറിൽ എങ്ങനെയായിരിക്കും എന്ന് അറിയില്ല. ഗ്യാസ് കിട്ടണണ്ടാ. ഇപ്പം രാവിലെ കടയിൽ നിന്നും വല്ലതും മേടിച്ച് കഴിക്കാൻ അതുമില്ല, കടകളും ഒക്കെ അടച്ച്. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? പാവപ്പെട്ട ആളെയൊക്കെ ഒരു ഗതിയില്ല, വേറെ ഗതിയില്ല. ഹോട്ടലെല്ലാം അടച്ച്.
ഇനി ഒന്നും കിട്ടാൻ വരില്ല. വീട്ടിലുണ്ടാക്കാനും ഗ്യാസ് വേണ്ടേ? അത് ഇപ്പം ഇല്ലല്ലോ. വെള്ളം കുടിക്കാൻ നിവർത്തിയില്ല, അല്ലാതെ എന്ത് ചെയ്യാനും. വിറക് വേണ്ടേ? വിറക് ഇപ്പം എങ്ങും ഇല്ലല്ലോ. വിറകില്ലല്ലോ ഒരിടത്തും. വിറകുണ്ടെങ്കിലേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. വിറകില്ലല്ലോ. ഹോസ്റ്റലിൽ ഇപ്പോൾ ഗ്യാസ് ഇപ്പം നിർത്തിക്കുക. ഇവളെന്നെ ഇപ്പം മെസ്സ് ഏൽപ്പിച്ചിട്ട് അതും ഇപ്പം നിർത്തി. പുറത്ത് ഹോട്ടൽ നോക്കുവാണെങ്കിൽ കുറേയൊക്കെ പൂട്ടി. നോ ഐഡിയ, എന്താക്കുന്ന ഒരു ഐഡിയ ഇല്ല. ഗ്യാസ് കിട്ടാത്തത് പ്രത്യേകിച്ച് ടൗണിൽ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമാണ്. കാരണം ഇന്നലെ മുതൽ ഈ പാലാരിവട്ടത്തുള്ള പല ഹോട്ടലുകളും അടച്ചുപൂട്ടി. റൂമുകളിലും അതേപോലെ വാടക വീടുകളിലും അതേപോലെ ഈ പിന്നെ ഒക്കെ ഒറ്റപ്പെട്ട് താമസിക്കുന്ന ഒരുപാട് ആളുകൾ ഹോട്ടലിനെ ആശ്രയിച്ച് ഭക്ഷണം കഴിക്കുന്നവരാണ്. അവരുടെ കാര്യം എല്ലാം വളരെയധികം പ്രയാസത്തിലാണ്. ഭക്ഷണം കിട്ടാതെ വളരെ പ്രയാസപ്പെട്ടാണ് ആളുകൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഹോട്ടൽ വ്യാപാര രംഗത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ പ്രതിസന്ധി എത്രയും പെട്ടെന്ന് പരിഹരിച്ച് ഗ്യാസ് ദൗർലഭ്യം ഒഴിവാക്കി എത്രയും പെട്ടെന്ന് തന്നെ ഹോട്ടലുകൾ തുറന്ന് പ്രവർത്തിക്കുവാനുള്ള എല്ലാ നടപടികളും ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നുണ്ടാകണം എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. കാരണം ഒരുപാട് ആളുകൾ അതുകൊണ്ട് ദുരിതമനുഭവിക്കുകയാണ്. ഹോട്ടൽ ഭക്ഷണം മാത്രം ആശ്രയിച്ച് ഹോട്ടലിനെ മാത്രം ആശ്രയിച്ച് കഴിയുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. അവരൊക്കെ വളരെ പ്രയാസത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് എത്രയും പെട്ടെന്ന് പരിഹരിച്ച് ഹോട്ടൽ വ്യാപാര രംഗത്ത് വന്നിരിക്കുന്ന പ്രതിസന്ധി പരിഹരിക്കണം. അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഗ്യാസ് കിട്ടുന്നില്ല, അതുകൊണ്ട് ഹോട്ടലുകൾ മറ്റുള്ള ഭക്ഷണശാലകളൊക്കെ അടച്ചു പൂട്ടണ്. ഗ്യാസ് ഇല്ലാതെ ഒന്നും നടക്കാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാം അടച്ചു പൂട്ടണ്. അതിനെന്തെങ്കിലും ഒരു പരിഹാരം ആരായിട്ട് കാണാനാണ് നമ്മാരോട് പറയും. അപ്പോൾ അത് പരിഹാരം കാണാനുള്ളത് അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ ചെയ്യുമെന്ന് വിശ്വസിക്കണം. അല്ലാണ്ട് ഇപ്പം നമുക്ക് വേറെ അതിനെ പറ്റിയൊന്നും പറയാൻ പറ്റില്ലല്ലോ. പിന്നെ നമ്മുടെ യുദ്ധങ്ങൾ നടക്കണമല്ല. അപ്പോൾ അതിൻ്റെ പേരിൽ നമുക്കത് കിട്ടാനും പെട്രോളിയം കിട്ടാനും ഒക്കെ പിന്നെ നമ്മുടെ സർക്കാർ പറയണത് നമുക്ക് കുഴപ്പമൊന്നുമില്ല, പെട്രോളിയം കുറേ നാളത്തൊക്കെ വരെ ഉണ്ടെന്നാണ്, അതിനുവേണ്ടി വേവലപ്പെടണമെന്നാണ് പറയണത്. അത് നമുക്കത് വിശ്വസിക്കാനല്ലേ പറ്റുള്ളൂ. കാരണം അതിനെപ്പറ്റി നമുക്ക് അന്വേഷിക്കാനും പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ പിന്നെ ഗ്യാസിൻ്റെ കാര്യവും അതുപോലെ തന്നെ വില കുറക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ അത് വില കൂടി. ഇപ്പം മറ്റുള്ള കടകളും ഉപഭോക്താക്കൾ ഇപ്പോൾ അതുകൊണ്ട് ബുദ്ധിമുട്ടാണ്. അതിനെന്തെങ്കിലും പരിഹാരം നമ്മുടെ സർക്കാർ കാണാതിരിക്കില്ല എന്ന് വിശ്വസിക്കണം. ഹോട്ടലുണ്ട്, തുറന്നിട്ടില്ല. അപ്പോൾ അതെന്ത് ചെയ്യുമെന്ന് ആലോചിക്കണത്. സർക്കാരിൻ്റെ പരാജയമാണ്, നമ്മുടെ കഷ്ടകാലമാണെന്ന് അറിയാൻ പാടില്ല. അല്ല, അവർ മുൻകരുതലെടുത്താങ്ങാണ്ടാണ് തുടങ്ങിയിട്ട് 2 ആഴ്ചയില്ലേ. അപ്പോൾ ഒരു മുൻകരുതൽ എടുക്കേണ്ടായിരുന്നു. ഇനി നമ്മുടെ കഷ്ടകാലം കൊണ്ടാണെന്ന് പറയുമ്പോൾ ഭക്ഷണം കഴിക്കാൻ നമുക്ക് നിർത്തിയില്ല. നമുക്ക് അതിൽ കൂടുതൽ എന്ത് പറയാനാ. ഇവിടെ ഭക്ഷണം കിട്ടുന്നില്ല, അത്രേ ഉള്ളൂ. കടകൾ 3-4 കടകൾ അടച്ച്, ഈ കടകൾ അടച്ച്, അപ്പുറത്തെ കട അടച്ച്, അങ്ങനെ പല കടകൾ അടച്ചുകൊണ്ടിരിക്കുന്നത്. നാളെ ഇപ്പോൾ അതും ഉണ്ടാകുന്നുള്ള. ഞങ്ങളിപ്പോൾ ഗ്യാസ് ഇല്ല, വിറകാണ് കത്തിക്കുന്നത്. വിറക് കൊണ്ടാണ് സ്റ്റീമൊക്കെ കത്തിക്കുന്നുണ്ട്. മാറി ഇല്ല നേരത്തെ വിറകാണ്. ഊണൊക്കെ എങ്ങനെ റെഡിയാക്കാൻ പറ്റില്ല. ഉള്ളി മസാല ദോശ, നെയ് റോസ്റ്റ്, ചപ്പാത്തി അങ്ങനെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ചോറ് ഉണ്ടാക്കുന്ന ഗ്യാസ് എടുപ്പാണ്, അത് ഉണ്ടാക്കാൻ പറ്റില്ല. ഇപ്പം മസാല ദോശ, നെയ് റോസ്റ്റ്, പ്ലെയിൻ റോസ്റ്റ്, ചപ്പാത്തി, പൂരി. ഗ്യാസ് നമ്മളെ ശരിക്കും ബാധിക്കുന്നുണ്ട്. ഗ്യാസിൻ്റെ വില കയറുന്ന സാധനങ്ങൾക്കെല്ലാം വില കയറുമല്ലോ. അതിനനുസരിച്ച് നമ്മുടെ സാലറി എന്തൊക്കെയാണെന്ന് ഇൻക്രീസ് ആവില്ല. അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഇപ്പം തന്നെ ഏകദേശം ഫുള്ള് ഡെഡ് ആയതുപോലെയാണ്. ഇപ്പോൾ ഹോട്ടൽസൊന്നും തുറക്കുന്നില്ല. എല്ലാം നമ്മളെ ശരിക്കും ബാധിക്കുന്നുണ്ട്. ഗ്യാസിൻ്റെ വില കൂടി നമ്മുടെ കുടുംബ ബഡ്ജറ്റും താളം തെറ്റിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ. ഇനി മുന്നോട്ടുള്ള അങ്ങനെ ആയിരിക്കും എന്നുള്ള അറിയില്ല. അടുത്ത വേറെ എന്ത് ചെയ്യാനാണ്? നമുക്കിപ്പോൾ ബുക്ക് ചെയ്ത് കാത്തിരിക്കാനല്ലേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവായിട്ട് വേറെ എന്തെങ്കിലും മാർഗ്ഗം ഉണ്ടോ എന്നുള്ളത് തിരക്കുന്നുണ്ട്. ഈ എറണാകുളം ടൗണിൽ അങ്ങനെ അടുപ്പ് കത്തിക്കുന്ന മിക്കവാറും വീടുകളിൽ അടുപ്പില്ല. പിന്നെ ഉള്ളത് ഗ്യാസാണ്. അത് പോയി കഴിഞ്ഞാൽ പിന്നെ ഇൻഡക്ഷൻ കുക്കറിലൊക്കെ എല്ലാം പാചകം ചെയ്യാൻ പറ്റില്ലല്ലോ. കുറച്ച് സംഭവങ്ങൾ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ പ്രശ്നം ഒന്ന് ഒത്തുതീർപ്പാനായിട്ടാണ് നമ്മളും പ്രാർത്ഥിക്കുന്നത്. എനിക്ക് പറയാനുള്ള കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ ഗ്യാസ് ബുക്ക് ചെയ്തിട്ട് ഒരാഴ്ച കഴിഞ്ഞു. ഇപ്പോൾ എനിക്ക് 4 ദിവസത്തിനുള്ളിൽ ഗ്യാസ് വരുമെന്നുള്ളൊരു മെസ്സേജ് എനിക്ക് വന്നു. പക്ഷേ ഇത് സ്വാഭാവികമായിട്ട് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ എനിക്ക് വന്നിരിക്കുന്ന മെസ്സേജ് ഗ്യാസ് ഷോർട്ടേജ് ഇല്ലെന്നുള്ളതാണ്. പക്ഷേ 2 ദിവസമായിട്ട് ഞാനൊരു പൊതുപ്രധാനമാണ്. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള 2 പേര് ഇന്നലെയായിട്ട് ഗ്യാസിൻ്റെ വേറെ കിട്ടാൻ മാർഗമുണ്ടോ, ഞാൻ ബുക്ക് ചെയ്തിട്ട് കിട്ടുന്നില്ല എന്നുള്ള കംപ്ലയിൻറ്റ് എൻ്റെ അടുത്ത് 2 ദിവസം ഇന്നലെയായിട്ട് കംപ്ലയിൻറ്റ് വരുന്നുണ്ട്. പക്ഷേ ഏജൻസി എന്താ ചെയ്യുക, എൻ്റെ ഒരു സ്വയമായിട്ട് അഭിപ്രായം പറയുകയാണെങ്കിൽ ഏജൻസി ഇത് തടഞ്ഞു വെച്ചേക്കണാണ്. അവർ ഇത് ഇഷ്യൂ ആയതിൻ്റെ പ്രശ്നമാണ്. കാരണം ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിൽ വാർത്തകളിൽ നിന്ന് വരുന്ന വാർത്തകൾ വിശ്വസിക്കരുത്. ഗ്യാസിന് ഒരു ബുദ്ധിമുട്ടുമില്ല, ഗ്യാസ് സുലഭമാണ്. വേറെ ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഈ യുദ്ധം ഇതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഗ്യാസ് ആണെങ്കിലും ഫ്യൂവല് മറ്റുള്ള സംബന്ധിച്ച കാര്യങ്ങൾ ഷോർട്ടേജ് എന്ന് പറയുന്നത്. പക്ഷേ നിലവിൽ ഷോർട്ടേജ് ഇല്ലെന്നുള്ളതാണ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അവിടെ നിന്ന് വന്നേക്കുന്ന ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ മെസ്സേജ് നമുക്ക് വന്നിരിക്കുന്നത്. പക്ഷേ നിലവിൽ ഇപ്പോൾ അതൊരു ഷോർട്ടേജ് ഏജൻസി കാണിക്കുന്നതാണോ എന്നൊരു സംശയമുണ്ട്. ഇപ്പം നിലവിൽ 60 രൂപ കൂടിയിട്ടുണ്ട്. ഗാർഹിക ആവശ്യം, അത് ഹോട്ടൽ ഇവർക്ക് വേണ്ടിയുള്ള ഗ്യാസിൻ്റെ റേറ്റ് കൂടിയിട്ടുണ്ട്.
പക്ഷേ നിലവിൽ ഷോർട്ടേജ് ഇല്ല എന്നുള്ളതാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത്. നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് വന്നിരിക്കുന്നത്. പക്ഷേ നിലവിൽ ആർക്കും ഗ്യാസ് കിട്ടുന്നില്ല. കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞില്ല, ഇന്നലെയും ഇന്നുമായിട്ട് എന്നെ 3-4 ആൾക്കാർ എന്നെ വിളിച്ചിട്ട് ഗ്യാസ് കിട്ടാൻ വല്ല മാർഗം കൊണ്ട് ബുക്കിംഗ് ചെയ്തിട്ട് കിട്ടുന്നില്ല, ഷോർട്ടേജ് ആണെന്ന് പറഞ്ഞു. പക്ഷേ ഷോർട്ടേജ് അത് ഇവർ വരുത്തുന്ന ഷോർട്ടേജ് ആയിരിക്കാം. കാരണം ഈ ഒരു കുറച്ച് ദിവസം ഇങ്ങനെ പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ ഗ്യാസിന് വില കൂടിക്കഴിഞ്ഞാൽ ഈ ഏജൻസിക്ക് ഇനി നിലവിൽ ഇനിയും കൂട്ടും എന്നുള്ളൊരു വിശ്വാസം അവർക്കുണ്ടാവാം. അതിൻ്റെ മേളിലായിരിക്കാം ഇവരിത് ഗ്യാസിൻ്റെ ഇത് ഷോർട്ടേജ് ആണെന്ന് പറഞ്ഞ് പിടിച്ചു വച്ചേക്കുന്നത്. അപ്പോൾ ഏജൻസിക്ക് കാശ് കൂടുതൽ കിട്ടും. ഗ്യാസ് ഷോർട്ടേജ് ഇല്ലെന്ന് ഗവൺമെൻറ് തന്നെ പറയുമ്പോഴത്തേക്കും പിന്നെ ഇവർ ജനങ്ങൾക്കിടയിൽ ഷോർട്ടേജ് കാണിക്കുന്നു. ഇപ്പം നമ്മൾ ബുക്ക് ചെയ്തിട്ട് ഞാൻ പറയില്ല, എനിക്ക് 4 ദിവസത്തിനുള്ളിൽ ഗ്യാസ് ഇത് വരുമെന്ന് പറഞ്ഞാൽ മെസ്സേജ് ഞാൻ വേണമെങ്കിൽ കാണിച്ചിട്ട് എൻ്റെ ഉണ്ട് മൊബൈലിൽ കിടപ്പുണ്ട്, 4 ദിവസത്തിനുള്ളിൽ വരുമെന്ന് പറഞ്ഞാൽ. പക്ഷേ ഇതുവരെ വന്നിട്ടില്ല. കാര്യം അത് ജനങ്ങൾക്കിടയിൽ ഒരു ഭീതി വരുത്താൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിനെതിരെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലായിരിക്കും ഈ ഷോർട്ടേജ് കാണിക്കുന്നത്. അത് തീർച്ചയായിട്ടും അത് ഏജൻസികളുടെ ഭാഗമായിട്ട് വരുന്നതാണ്. കാര്യം അവർക്ക് കൂടുതൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന അവരുടെ താൽക്കാലിക ലാഭത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു ഇതാണ്. അത് ലഭ്യമായില്ലെങ്കിൽ അടുത്ത ഇപ്പോൾ ഇത് പൊതുജനങ്ങളുടെ ഇടയിലേക്ക് എത്തുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് ഗ്യാസിന് വില കൂടുന്ന കാണുമ്പോഴത്തേക്കും ഏജൻസിക്കാണെങ്കിൽ ആർക്കാണെങ്കിൽ അതിൻ്റെ ഓതറൈസർ ആൾക്കാർക്ക് റേറ്റ് കൂടാം. അപ്പോൾ റേറ്റ് കൂട്ടുമ്പോൾ സാധാരണ പോലെ ഞങ്ങൾക്കും ഇതുപോലെ ഹോട്ടലിൽ ജീവനക്കാർക്കും ഇത് നടത്തിപ്പ് പ്രസ്ഥാനം കൊണ്ട് നടക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ബുദ്ധിമുട്ട് വരുന്നത്. കാര്യം ഗാർഹിക ആവശ്യത്തിനും പൊതു ഇവരെ ഉപയോഗിക്കുന്നതിന് എമൗണ്ട് വ്യത്യാസമുണ്ട്. അത് അപ്പോൾ ചേട്ടൻ ചൂഷണം ചെയ്യലാണ് ഇത് ശരിക്കും. കാര്യം അതല്ലാണ്ട് വേറെ ഷോർട്ടേജ് വരേണ്ട ഒരു കാര്യമില്ല. ഗവൺമെൻറ് തന്നെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇന്ധനം മറ്റുള്ള കാര്യങ്ങൾക്ക് ഒരു ഷോർട്ടേജും ഇല്ല. നമുക്ക് 3-4 മാസത്തേക്കാൾ എന്തോ ഉള്ളത് സേവ് ചെയ്തിട്ടുണ്ട്. നമ്മളെ ഇപ്പോൾ ഗ്യാസ് കിട്ടിയില്ല, എല്ലാ സ്ഥലങ്ങളിലും നമ്മളെ ഹോട്ടൽ അടച്ചിപ്പോൾ നമ്മളെ പണിക്കാർ എല്ലാം മുതലാളിമാരൊക്കെ ഭയങ്കര ഇപ്പോൾ ബുദ്ധിമുട്ടായി. ഇപ്പോൾ ഭയങ്കര മോശമാണെങ്കിൽ നമ്മൾ എങ്ങനെ നടക്കുമെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പോൾ ഹോട്ടലിൽ എത്ര ആൾക്കാരുണ്ട്, പക്ഷേ നമുക്കിത് ഫുഡ് പിന്നെ അതും ഇപ്പോൾ കിട്ടിയില്ല. അപ്പോൾ ഭയങ്കര സംഭവമായി. ഇപ്പോൾ നമ്മളെ നാട്ടിലേക്ക് എല്ലാ ഇന്ത്യയിലെ ഈ സ്ഥിതിയായി. അപ്പോൾ നമ്മളെ ബിസിനസ് ചെയ്ത് പോലെ നമ്മളെ ജോലി ചെയ്തവർക്ക് ഈ സംഭവം ഒരു ക്ലിയർ ഇല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ എല്ലാ ഹോട്ടൽ ഫീൽഡിൽ ഗ്യാസ് കിട്ടിയില്ലെങ്കിൽ നമ്മളെ ഒരു ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ എല്ലാ ആളെയും നമുക്ക് നാട്ടിൽ പോകണം, ഇല്ലെങ്കിൽ ബിസിനസ് അത് സ്റ്റോപ്പാകുമ്പോൾ നമുക്ക് ജോലി ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ നാട്ടിലേക്ക് പോകാൻ പറ്റും, എത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പക്ഷേ നമ്മളെ ഇത് നമ്മളെ ഹോട്ടൽ ഫീൽഡിലെ എല്ലാ മുതലാളിയുണ്ട്, ഇല്ലെങ്കിൽ നമ്മളെ പണിക്കാരുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മളെ റിക്വസ്റ്റ് ചെയ്യുക. അപ്പോൾ ഈ പ്രോബ്ലം ഭയങ്കര പെട്ടെന്ന് സോൾവ് ആവുക നമുക്ക് നല്ലതാവും എല്ലാ ആൾക്ക്.